പ്രിയരെ, വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിലെ 9 മുതൽ 16 വരെ അധ്യായങ്ങളിലെ 4 ഓപ്ഷനുകളോടുകൂടിയ 100 മാതൃകാ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവയുടെ ഉത്തരങ്ങൾ അവസാന ഭാഗത്തുണ്ട്. ഓപ്ഷനുകൾ പറയുന്ന സമയം കൊണ്ട് ഉത്തരം OMR ഷീറ്റിൽ പേന കൊണ്ട് കറുപ്പിക്കുക. അവസാനം ഉത്തരങ്ങൾ എണ്ണി സ്വയം വിലയിരുത്തുക. എത്ര മാർക്ക് ലഭിച്ചു എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇനി നേരെ ചോദ്യങ്ങളിലേക്ക്. 1. യേശു 12 പേരെയും വിളിച്ച് പിശാചുക്കളുടെ മേൽ എന്തൊക്കെയാണ് നൽകിയത്? A. ശക്തിയും ധൈര്യവും. B. അധികാരവും ശക്തിയും. C. അവകാശവും അധികാരവും. D. അധികാരവും സ്വാതന്ത്ര്യവും. 2. ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി യേശു ആരെയാണ് അയച്ചത്? A. 72 പേരെ. B. 12 പേരെ. C. 22 പേരെ. D. ശിഷ്യരെ. 3. ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് മറ്റു ചിലർ യേശുവിനെപ്പറ്റി ഹേറോദേസിനോട് പറഞ്ഞത്? A. ഏലിയ. B. യോഹന്നാൻ. C. മോശ. D. അബ്രാഹാം. 4. യേശു അപ്പസ്തോലന്മാരെ കൂട്ടിക്കൊണ്ടുപോയ പട്ടണം ഏതാണ്? A. ശമരിയ. B. കൊറാസീൻ. C. ബേത്സൈദ. D. സീദോൻ. യേശു 5 അപ്പവും 2 മീനുമെടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ആർക്ക് വിളമ്പാനാണ് ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്? A. പുരുഷാരത്തിന്. B. ജനക്കൂട്ടത്തിന്. C. ജനത്തിന്. D. ജനങ്ങൾക്ക്. 6. ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന യേശുവിൻ്റെ ചോദ്യത്തിന് നീ ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് ഉത്തരം നൽകിയത് ആരാണ്? A. യാക്കോബ്. B. യോഹന്നാൻ. C. തോമസ്. D. പത്രോസ്. 7. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? ആരാണ് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്? A. പത്രോസ്. B. ഹേരോദേസ്. C. യോഹന്നാൻ. D. യേശു. 8. യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ ജനങ്ങളെ എത്ര വീതമുള്ള പന്തികളായിട്ടാണ് ശിഷ്യന്മാർ ഇരുത്തിയത്? A. 10 വീതം. B. 20 വീതം. C. 50 വീതം. D. 100 വീതം. 9. ജനപ്രമാണികൾ, പുരോഹിത പ്രമുഖർ, നിയമജ്ഞർ എന്നിവരാൽ വധിക്കപ്പെടുന്ന ആരാണ് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത്? A. മനുഷ്യപുത്രൻ. B. ദൈവപുത്രൻ. C. ക്രിസ്തു. D. യേശു. 10. യേശു ഏത് പട്ടണത്തിൽ വെച്ചാണ് അപ്പം വർദ്ധിപ്പിച്ചത്? A. ജെറുസലേം. B. കഫർനാം. C. ബേത്സൈദ. D. സീദോൻ. 11. ആരോടും പറയരുതെന്ന് കർശനമായി നിരോധിച്ചതിന് ശേഷം യേശു ശിഷ്യരോട് അരുളി ചെയ്ത സംഭവം എന്താണ്? A. അശുദ്ധാത്മാവിൻ്റെ തിരിച്ചുവരവ്. B. കാണാതായ ആടിൻ്റെ ഉപമ. C. പീഠാനുഭവവും ഉദ്ധാനവും 1-ാം പ്രവചനം. D. പീഠാനുഭവത്തെക്കുറിച്ച് 2-ാം പ്രവചനം. 12. യേശുവിൻ്റെ പീഠാനുഭവവും ഉദ്ധാനവും 1-ാം പ്രവചനത്തിന് ശേഷം എത്രാം ദിവസമാണ് യേശുവിൻ്റെ രൂപാന്തരീകരണ സംഭവം ഉണ്ടായത്? A. പിറ്റേ ദിവസം. B. 3-ാം ദിവസം. C. 7 ദിവസങ്ങൾ കഴിഞ്ഞ്. D. 8 ദിവസങ്ങൾ കഴിഞ്ഞ്. 13. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? യേശു ഇത് പറഞ്ഞത് ആരോടാണ്? A. ഫരിസേയരോട്. B. എല്ലാവരോടുമായി. C. ജനത്തോട്. D. ശിഷ്യരോട്. 14. മലയിൽ വെച്ച് മേഘത്തിലെ സ്വരം നിലച്ചപ്പോൾ ആരാണ് അവിടെ കാണപ്പെട്ടത്? A. യേശു മാത്രം. B. ഏലിയ മാത്രം. C. യേശുവും മോശയും മാത്രം. D. യേശുവും ശിഷ്യന്മാരും മാത്രം. 15. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു പോകാനുറച്ച പട്ടണം ഏതാണ്? A. ശമരിയ. B. ബെത്സൈദ.
സി ജെറുസലേം, ഡി സിയോൻ. 16 യാക്കോബ്, യോഹന്നാൻ എന്നീ ശിഷ്യരെ യേശു ശാസിച്ചത് ഏത് പട്ടണത്തിൽ വെച്ചാണ്? എ ജെറുസലേമിൽ വെച്ച്, ബി സമരിയയിൽ വെച്ച്, സി സിയോനിൽ വെച്ച്, ഡി കഫർനാമിൽ വെച്ച്. 17 ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും? യേശു ഇത് ചോദിച്ചത് ആരോടാണ്? എ ജനക്കൂട്ടത്തോട്, ബി ശിഷ്യന്മാരോട്, സി ഫരിസേയരോട്, ഡി നേബജ്ഞരോട്. 18 മലയിൽ വെച്ച് യേശുവിൻ്റെ മഹത്വം ദർശിച്ചത് ആരൊക്കെയാണ്? എ പത്രോസ്, യാക്കോബ്, തോമസ്, ബി യോഹന്നാൻ, തോമസ്, പത്രോസ്, സി പത്രോസ്, യാക്കോബ്, മത്തായി, ഡി പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. 19 ജെറുസലേമിലേക്ക് പോകുകയായിരുന്നതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കാത്തത് ആരാണ്? എ നിയമജ്ഞർ, ബി ഫരിസേയർ, സി സമരിയാക്കാർ, ഡി കഫർനാങ്കാർ. 20 കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും എന്തിന് യോഗ്യനല്ല എന്നാണ് യേശു പറഞ്ഞത്? എ ദൈവരാജ്യത്തിന്, ബി സ്വർഗരാജ്യത്തിന്, സി സ്വർഗത്തിന്, ഡി കൃഷിസ്ഥലത്തിന്. 21 72 പേരെ തിരഞ്ഞെടുത്ത യേശു അവരെ അയച്ചത് എങ്ങനെയാണ്? എ 2 പേരായി, ബി 5 പേരായി, സി 7 പേരായി, ഡി 10 പേരായി. 22 യേശുവിന് മുൻപ് തൻ്റെ ശിഷ്യരെ പ്രാർത്ഥന പഠിപ്പിച്ചത് ആരാണ്? എ അബ്രാഹം, ബി മോശ, സി യോന, ഡി യോഹന്നാൻ. 23 എന്തൊക്കെ കൊണ്ടുപോകരുതെന്നാണ് തിരഞ്ഞെടുത്ത 72 പേരോട് യേശു പറഞ്ഞത്? എ മടിശീല, സഞ്ചി, ചെരുപ്പ്, ബി 2 ഉടുപ്പ്, സഞ്ചി, പണം, സി അപ്പം, വടി, മടിശീല, ഡി മടിശീല, സഞ്ചി, അപ്പം. 24 കർത്താവ് ശപിച്ച പട്ടണങ്ങളേവ? എ സമരിയ, സിയോൻ, ബി സമരിയ, സീദോൻ, സി ടയർ, സീദോൻ, ഡി കൊറാസീൻ, ബേത്സെയ്ദ. 25 ആര് സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് കണ്ടു എന്നാണ് യേശു പറഞ്ഞത്? എ പിശാച്, ബി സാത്താൻ, സി അശുദ്ധാത്മാവ്, ഡി മാലാഖമാർ. 26 യേശുവിനെ പരീക്ഷിക്കാൻ ചോദ്യം ചോദിച്ചത് ആരാണ്? എ ഒരു ഫരിസേയൻ, ബി ഒരു ദൈവജ്ഞൻ, സി ജനക്കൂട്ടം, ഡി ഒരു സമരിയാക്കാരൻ. 27 ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോകുകയായിരുന്ന ഒരുവൻ ആരുടെ കയ്യിലാണ് പെട്ടത്? എ കവർച്ചക്കാരുടെ, ബി കൊള്ളക്കാരുടെ, സി കള്ളന്മാരുടെ, ഡി അക്രമികളുടെ. 28 കവർച്ചക്കാർ പ്രഹരിച്ച് അർദ്ധപ്രാണനാക്കിയവൻ്റെ കാര്യം നോക്കിക്കൊള്ളാൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ എത്ര ധനാറയാണ് സമരിയാക്കാരൻ നൽകിയത്? എ 10 ധനാറ, ബി 5 ധനാറ, സി 3 ധനാറ, ഡി 2 ധനാറ. 29 ജെറുസലേമിലേക്ക് പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ച യേശുവിനെ സ്വീകരിച്ചത് ആരാണ്? എ മർത്ത, ബി ഫരിസേയർ, സി നേബജ്ഞർ, ഡി മറിയം. 30 മർത്ത എന്തിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ മറിയത്തെക്കുറിച്ച്, ബി പലതിനെക്കുറിച്ചും, സി വചനത്തെക്കുറിച്ച്, ഡി യേശുവിനെക്കുറിച്ച്. 31 അന്നു വേണ്ട ആഹാരം ഓരോ ദിവസവും ഞങ്ങൾക്ക് നൽകണമേ. ഇത് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ എത്രാമത്തെ യാചനയാണ്? എ രണ്ടാമത്തെ, ബി മൂന്നാമത്തെ, സി നാലാമത്തെ, ഡി അഞ്ചാമത്തെ. 32 നിങ്ങളിൽ ഒരുവൻ തൻ്റെ സ്നേഹിതനോട് അർദ്ധരാത്രി എന്താണ് വായ്പയായി ചോദിച്ചത്? എ 3 അപ്പം, ബി 5 അപ്പം,
സി 7 അപ്പം, ഡി 2 അപ്പം. 33. ഒരുവൻ തൻ്റെ സ്നേഹിതനോട് അർദ്ധരാത്രിയിൽ 3 അപ്പം വായ്പ ചോദിച്ചപ്പോൾ നൽകാത്ത സ്നേഹിതൻ അവന് വേണ്ടത് നൽകുന്നത് എങ്ങനെയാണ്? എ സ്നേഹനിമിത്തം, ബി നിർബന്ധ നിമിത്തം, സി ശല്യനിമിത്തം, ഡി യാചന നിമിത്തം. 34. ശരീരം മുഴുവൻ ഇരുണ്ടു പോകുന്നത് എങ്ങനെയെന്നാണ് യേശു പറഞ്ഞത്? എ കണ്ണ് ദുഷിച്ചതെങ്കിൽ, ബി തെറ്റ് ചെയ്യുമ്പോൾ, സി തിന്മ പ്രവർത്തിക്കുമ്പോൾ, ഡി പാപം ചെയ്യുമ്പോൾ. 35. വചനം കേട്ട് അത് പാലിക്കുന്നവർ എങ്ങനെയുള്ളവരെന്നാണ് യേശു പറഞ്ഞത്? എ ഭാഗ്യവാന്മാർ, ബി കൂടുതൽ ഭാഗ്യവാന്മാർ, സി വലിയ ഭാഗ്യവാന്മാർ, ഡി ഏറ്റവും ഭാഗ്യവാന്മാർ. 36. ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഫരിസേയർ എന്താണ് ചെയ്യുന്നത്? എ ഉപേക്ഷിക്കുന്നു, ബി അനുസരിക്കുന്നില്ല, സി ആചരിക്കുന്നില്ല, ഡി അവഗണിക്കുന്നു. 37. പൊതുസ്ഥലങ്ങളിൽ ഫരിസേയർ അഭിലഷിക്കുന്നത് എന്താണ്? എ അഭിവാദനം, ബി പ്രമുഖ സ്ഥാനം, സി ആദരവ്, ഡി ആരാധന. 38. വിശുദ്ധ ലൂക്കാ സുവിശേഷം 11:32 പ്രകാരം യേശു ആരേക്കാൾ വലിയവൻ എന്നാണ് പറയുന്നത്? എ മോശയേക്കാൾ, ബി സോളമനേക്കാൾ, സി യോനയേക്കാൾ, ഡി ഏലിയായേക്കാൾ. 39. നിയമജ്ഞർ എന്താണ് മനുഷ്യരുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത്? എ താങ്ങാനാവാത്ത ചുമടുകൾ, ബി താങ്ങാനാവാത്ത ഭാരം, സി താങ്ങാനാവാത്ത ജോലി, ഡി താങ്ങാനാവാത്ത ചുങ്കം. 40. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ട പ്രവാചകൻ ആരാണ്? എ ആബേൽ, ബി ഏലിയ, സി ആമോസ്, ഡി സക്കറിയ. 41. വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയെങ്കിലും അകത്ത് പ്രവേശിക്കാത്തത് ആരാണ്? എ ജെറുസലേംകാർ, ബി നിയമജ്ഞർ, സി ഫരിസേയർ, ഡി ജനങ്ങൾ. 42. അന്തഃഛിദ്രമുള്ള രാജ്യം എന്ത് ചെയ്യുമെന്നാണ് യേശു പറഞ്ഞത്? എ വീണുപോകും, ബി തകർന്നു പോകും, സി നശിച്ചു പോകും, ഡി പൊളിഞ്ഞു പോകും. 43. വിശുദ്ധ ലൂക്കാ സുവിശേഷം 11-ാം അധ്യായത്തിൽ നിയമജ്ഞരെ നിങ്ങൾക്ക് ദുരിതം എന്ന് എത്ര പ്രാവശ്യം കാണുന്നു? എ 1 പ്രാവശ്യം, ബി 2 പ്രാവശ്യം, സി 3 പ്രാവശ്യം, ഡി 5 പ്രാവശ്യം. 44. പരസ്പരം ചവിട്ടേൽക്കത്തക്ക വിധം ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ യേശു ആരോടാണ് പറയാൻ തുടങ്ങിയത്? എ ജനങ്ങളോട്, ബി ജനക്കൂട്ടത്തോട്, സി ശിഷ്യരോട്, ഡി ജനത്തോട്. 45. വിശുദ്ധ ലൂക്കാ സുവിശേഷം 12:1 യേശു പറയുന്ന പുളിപ്പ് എന്താണ്? എ സ്വർഗരാജ്യം, ബി ദൈവരാജ്യം, സി നിയമജ്ഞരുടെ കാപട്യം, സി ഫരിസേയരുടെ കാപട്യം. 46. എൻ്റെ സ്നേഹിതരെ എന്ന് യേശു സംബോധന ചെയ്യുന്നത് ആരെയാണ്? എ ശിഷ്യരെ, ബി ജനത്തെ, സി പ്രവാചകന്മാരെ, ഡി ഫരിസേയരെ. 47. ഡാഷ് സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്, പൂരിപ്പിക്കുക. എ സ്വർഗീയ ജീവിതം, ബി ലൗകിക ജീവിതം, സി മനുഷ്യ ജീവിതം, ഡി ഈ തലമുറ. 48. 2 നാണയത്തുട്ടിന് എന്ത് വിൽക്കപ്പെടുന്നില്ലേ എന്നാണ് യേശു ചോദിച്ചത്? എ 2 കുരുവികൾ, ബി 3 കുരുവികൾ, സി 4 കുരുവികൾ, ഡി 5 കുരുവികൾ. 49. എന്ത് പങ്കുവയ്ക്കാനാണ് തൻ്റെ സഹോദരനോട് കൽപ്പിക്കാൻ യേശുവിനോട് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ പറഞ്ഞത്? എ കുടുംബസ്വത്ത്, ബി സഹോദര സ്വത്ത്, സി മാതൃസ്വത്ത്, ഡി പിതൃസ്വത്ത്. 50. കൂടുതൽ വലിയ അറപ്പുരകൾ പണിത് ധനവാൻ എന്താണ് അതിൽ സംഭരിക്കുന്നത്? എ ധാന്യം, ബി വിളവ്, സി ധാന്യവും
വിഭവങ്ങളും, ഡി ധാന്യങ്ങളും വിളവുകളും. 51 ഭക്ഷണത്തിനും ഉപരിയായി ഉള്ളത് എന്താണെന്നാണ് യേശു പറഞ്ഞത്? എ ജീവൻ, ബി ശരീരം, സി വസ്ത്രം, ഡി ജീവിതം. 52 വിശുദ്ധ ലൂക്കാ സുവിശേഷം 12:56 യേശു കപടനാട്യക്കാരെ എന്ന് വിളിച്ചത് ആരെയാണ്? എ ഫരിസേയരെ, ബി ജനക്കൂട്ടത്തെ, സി നിയമജ്ഞരെ, ഡി പുരോഹിതരെ. 53 വിശുദ്ധ ലൂക്കാ സുവിശേഷം 12:49 യേശു ഭൂമിയിൽ എന്തിനു വന്നിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്? എ മനുഷ്യമോചനത്തിന്, ബി ലോക നന്മയ്ക്ക്, സി മനുഷ്യരെ വീണ്ടെടുക്കാൻ, ഡി തീയിടാൻ. 54 ഭിന്നിച്ചിരിക്കുന്ന എത്ര പേർ ഇനിമേൽ ഒരു വീട്ടിലുണ്ടായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്? എ 7 പേർ, ബി 6 പേർ, സി 5 പേർ, ഡി 4 പേർ. 55 ശത്രു ന്യായാധിപന്റെ അടുത്ത് കൊണ്ടു ചെല്ലുന്ന നിന്നെ തടവിലാക്കുന്നത് ആരാണ്? എ കാരാഗൃഹപാലകൻ, ബി ന്യായാധിപൻ, സി അധികാരി, ഡി രാജാവ്. 56 ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി കലർത്തിയത് ആരാണ്? എ പീലാത്തോസ്, ബി ഹെറോദേസ്, സി ഫരിസേയർ, ഡി നിയമജ്ഞർ. 57 എത്ര വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ച് വരുന്നുവെന്നാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചവൻ കൃഷിക്കാരനോട് പറഞ്ഞത്? എ 10 വർഷമായി, ബി 7 വർഷമായി, സി 5 വർഷമായി, ഡി 3 വർഷമായി. 58 യേശു കൂനുള്ള സ്ത്രീയെ എവിടെ വച്ചാണ് സുഖമാക്കിയത്? എ സിനഗോഗിൽ വെച്ച്, ബി വഴിയിൽ വെച്ച്, സി ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ വെച്ച്, ഡി ഒരു വിജന പ്രദേശത്ത് വെച്ച്. 59 കടുകുമണിയും പുളിമാവും എന്തിന് സദൃശ്യമെന്നാണ് യേശു പറഞ്ഞത്? എ ദൈവരാജ്യത്തിന്, ബി സ്വർഗരാജ്യത്തിന്, സി സ്വർഗത്തിന്, ഡി മോക്ഷത്തിന്. 60 പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് യേശു എവിടേക്കാണ് യാത്ര ചെയ്യുകയായിരുന്നത്? എ ഗലീലിയിലേക്ക്, ബി കഫർനാമിലേക്ക്, സി ബേത്സയിദായിലേക്ക്, ഡി ജെറുസലേമിലേക്ക്. 61 യേശു ഹെരോദേസിനെ ഏത് പേര് വിളിച്ചാണ് പരിഹസിക്കുന്നത്? എ പട്ടി, ബി കുറുക്കൻ, സി കടുവ, ഡി പോത്ത്. 62 ഒരു പ്രവാചകൻ എവിടെ വച്ച് നശിക്കുക സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത്? എ ഗലീലിയയ്ക്ക് പുറത്തുവച്ച്, ബി സമരിയയ്ക്ക് പുറത്തുവച്ച്, സി ജെറുസലേമിന് പുറത്തുവച്ച്, ഡി യൂദയായ്ക്ക് പുറത്തുവച്ച്. 63 യേശുവിനെ ഹെരോദേസ് കൊല്ലാൻ ഒരുങ്ങുന്നതായി യേശുവിനെ അറിയിച്ചതാരാണ്? എ ചില ഫരിസേയർ, ബി ശിഷ്യന്മാർ, സി നിയമജ്ഞർ, ഡി ജനങ്ങൾ. 64 ജെറുസലേമിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ എന്ത് ചെയ്യുന്നവൾ എന്നാണ് യേശു പറഞ്ഞത്? എ കല്ലെറിയുന്നവൾ, ബി അടിക്കുന്നവൾ, സി ശിക്ഷിക്കുന്നവൾ, ഡി കൊല്ലുന്നവൾ. 65 ജെറുസലേംകാരുടെ ഭവനം എന്ത് ചെയ്തിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ വെറുക്കപ്പെട്ടിരിക്കുന്നു, ബി ശപിക്കപ്പെട്ടിരിക്കുന്നു, സി പരിത്യക്തമായിരിക്കുന്നു, ഡി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 66 സാബത്തിൽ യേശു ഒരു ഫരിസേയ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന രോഗി ഏതാണ്? എ കുഷ്ഠരോഗി, ബി കൂനുള്ള സ്ത്രീ, സി മഹോദര രോഗി, ഡി രക്തസ്രാവക്കാരി. 67 എവിടെ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് യേശുവിനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ യേശുവിനോട് പറഞ്ഞത്? എ ദൈവരാജ്യത്തിൽ, ബി സ്വർഗരാജ്യത്തിൽ, സി ദൈവസന്നിധിയിൽ, ഡി സ്വർഗീയ ഭവനത്തിൽ. 68 സദ്യയ്ക്ക് സമയമായപ്പോൾ സദ്യ ഒരുക്കിയവൻ ദാസനെ അയച്ച് ആരെയാണ് അറിയിച്ചത്? എ വിരുന്നുകാരെ, ബി പ്രമുഖരെ, സി പ്രമാണിമാരെ,
ഡി ക്ഷണിക്കപ്പെട്ടവരെ. 69. വിരുന്നിൻ്റെ ഉപമയിൽ ഒഴികഴിവ് പറയുന്ന ഒന്നാമൻ വാങ്ങിയതെന്താണ്? എ 5 ജോഡി കാളകളെ, ബി 2 ജോഡി പോത്തുകളെ, സി ഒരു വയൽ, ഡി ഒരു പറമ്പ്. 70. ഒരു വലിയ സദ്യ ഒരുക്കിയവൻ സദ്യയ്ക്ക് സമയമായപ്പോൾ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചപ്പോൾ ഒഴികഴിവ് പറഞ്ഞത് എത്ര പേരാണ്? എ 2 പേർ, ബി 3 പേർ, സി 5 പേർ, ഡി 10 പേർ. 71. വിരുന്നിൻ്റെ ഉപമയിൽ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഒഴികഴിവ് പറഞ്ഞപ്പോൾ രണ്ടാമത് എവിടെ ചെന്ന് വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കാനാണ് ഗൃഹനാഥൻ ദാസനോട് പറഞ്ഞത്? എ പെരുവഴികളിലും ഇടവഴികളിലും, ബി തെരുവുകളിലും ഊടുവഴികളിലും, സി ഊടുവഴികളിലും നടവഴികളിലും, ഡി നടവഴികളിലും ഇടവഴികളിലും. 72. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വജീവനെയും എന്തു ചെയ്യാതെ യേശുവിൻ്റെ അടുത്തു വരുന്ന ആർക്കും യേശുവിൻ്റെ ശിഷ്യനാകാൻ സാധിക്കുകയില്ല എന്നാണ് യേശു പറഞ്ഞത്. എ ഉപേക്ഷിക്കാതെ, ബി വെറുക്കാതെ, സി പരിത്യജിക്കാതെ, ഡി നഷ്ടപ്പെടുത്താതെ. 73. ഗോപുരത്തിൻ്റെ അടിത്തറ കെട്ടി പൂർത്തിയാക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെ ആക്ഷേപിക്കുന്നത് ആരാണ്? എ വഴിപോക്കരെല്ലാം, ബി നോക്കുന്നവരെല്ലാം, സി കാണുന്നവരെല്ലാം, ഡി ബന്ധുക്കളെല്ലാം. 74. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് എത്ര പേർ കൊല്ലപ്പെട്ടുവെന്നാണ് വിശുദ്ധ ലൂക്ക 13:4 പറയുന്നത്? എ 18 പേർ, ബി 15 പേർ, സി 12 പേർ, ഡി 10 പേർ. 75. തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ ആർക്കും എന്താകാൻ സാധ്യമല്ല എന്നാണ് യേശു പറഞ്ഞത്? എ യേശുവിൻ്റെ അനുയായിയാകാൻ, ബി യേശുവിൻ്റെ അനുഭാവിയാകാൻ, സി യേശുവിൻ്റെ സ്നേഹിതനാകാൻ, ഡി യേശുവിൻ്റെ ശിഷ്യനാകാൻ. 76. ഉറകെട്ട ഉപ്പ് എന്തിനൊക്കെയാണ് ഉപകരിക്കയില്ലാത്തത്? എ മണ്ണിനോ ചെടികൾക്കോ, ബി മണ്ണിനോ വളത്തിനോ, സി വൃക്ഷത്തിനോ ചെടികൾക്കോ, ഡി മനുഷ്യനോ മൃഗങ്ങൾക്കോ. 77. യേശുവിൻ്റെ വാക്കുകൾ കേൾക്കാൻ യേശുവിൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്നത് ആരൊക്കെയാണ്? എ ധനവാന്മാരും പുരുഷന്മാരും, ബി നിയമജ്ഞരും ഫരിസേയരും, സി ചുങ്കക്കാരും പാപികളും, ഡി ഫരിസേയരും പാപികളും. 78. കാണാതായ ആടിൻ്റെ ഉപമ യേശു പറഞ്ഞത് ആരോടാണ്? എ ഫരിസേയരോടും നിയമജ്ഞരോടും, ബി ചുങ്കക്കാരോടും പാപികളോടും, സി സമരിയാക്കാരോടും ചുങ്കക്കാരോടും, ഡി ഫരിസേയരോടും ജനക്കൂട്ടത്തോടും. 79. സ്വർഗത്തിൽ കൂടുതൽ സന്തോഷിക്കുന്നത് ആരെക്കുറിച്ചാണ്? എ നീതിമാന്മാരെക്കുറിച്ച്, ബി ദൈവഭക്തരെക്കുറിച്ച്, സി യേശു ശിഷ്യന്മാരെക്കുറിച്ച്, ഡി അനുതപിക്കുന്ന പാപികളെക്കുറിച്ച്. 80. കാണാതായ നാണയത്തിൻ്റെ ഉപമയിൽ ഒരു സ്ത്രീക്ക് എത്ര നാണയങ്ങൾ ഉണ്ടായിരിക്കുകയാണ് അതിലൊന്ന് നഷ്ടമായത്? എ 5 നാണയങ്ങൾ, ബി 7 നാണയങ്ങൾ, സി 10 നാണയങ്ങൾ, ഡി 12 നാണയങ്ങൾ. 81. ഇളയ മകൻ തനിക്ക് കിട്ടിയ സ്വത്തെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് എന്താണ് ഉണ്ടായത്? എ ഒരു കഠിന ദുരിതം, ബി ഒരു കഠിന ക്ഷാമം, സി ഒരു കഠിന വരൾച്ച, ഡി ഒരു മഹാമാരി. 82. പിതാവിൻ്റെ അടുത്തേക്ക് ചെന്ന ഇളയ പുത്രൻ പിതാവിനോട് പറയുമെന്ന് പറഞ്ഞതിൽ പറയാതിരുന്നത് എന്താണ്? എ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, ബി നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല, സി പിതാവെ സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു, ഡി നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. 83. പിതാവിൻ്റെ അടുത്തേക്ക് തിരികെ ചെന്ന ഇളയ പുത്രനെ എന്തൊക്കെ അണിയിക്കാനാണ് പിതാവ് തൻ്റെ ദാസരോട് പറഞ്ഞത്? എ പട്ടുവസ്ത്രം, ബി മാലയും വസ്ത്രവും, സി
മാലയും മോതിരവും, ഡി മോതിരവും ചെരുപ്പും. 84 പിതാവിൻ്റെ അടുത്തേക്ക് തിരികെ ഇളയ പുത്രൻ ചെന്നപ്പോൾ മൂത്ത പുത്രൻ എവിടെയായിരുന്നു? എ പാടത്ത്, ബി മുറ്റത്ത്, സി വയലിൽ, ഡി പറമ്പിൽ. 85 മൂത്ത പുത്രൻ്റെ പരാതി കേട്ട പിതാവ് മൂത്ത മകനോട് അവസാനം പറഞ്ഞതെന്താണ്? എ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, ബി ഇപ്പോൾ കണ്ടുകിട്ടിയിരിക്കുന്നു, സി എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്, ഡി അവനിപ്പോൾ ജീവിക്കുന്നു. 86 കാര്യസ്ഥനോട് എന്ത് ബോധിപ്പിക്കാനാണ് യജമാനൻ ആവശ്യപ്പെട്ടത്? എ സ്വത്തുക്കളുടെ കണക്ക്, ബി കടക്കാരുടെ കണക്ക്, സി വരവ് ചെലവ് കണക്ക്, ഡി കാര്യസ്ഥതയുടെ കണക്ക്. 87 എന്തിന് ശക്തിയില്ല എന്നാണ് കാര്യസ്ഥൻ ആത്മഗതം ചെയ്തത്? എ കിളയ്ക്കാൻ, ബി ജോലി ചെയ്യാൻ, സി അധ്വാനിക്കാൻ, ഡി കൃഷി ചെയ്യാൻ. 88 ഒന്നാമൻ യജമാനനിൽ നിന്ന് കടം വാങ്ങിയതിൽ എന്താണ് കൊടുക്കാനുണ്ടായിരുന്നത്? എ 100 ഗോർ ഗോതമ്പ്, ബി 80 ഗോർ ഗോതമ്പ്, സി 100 ബത്ത് എണ്ണ, ഡി 50 ബത്ത് എണ്ണ. 89 തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികൾ ആരാണ്? എ ഈ യുഗത്തിൻ്റെ മക്കൾ, ബി ഈ ലോകത്തിൻ്റെ മക്കൾ, സി അന്ധകാരത്തിൻ്റെ മക്കൾ, ഡി ഈ തലമുറയുടെ മക്കൾ. 90 ആരെയൊക്കെയാണ് ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞത്? എ ദൈവത്തെയും സാത്താനെയും, ബി പാവികളെയും നീതിമാന്മാരെയും, സി ദൈവത്തെയും ധനത്തെയും, ഡി ദൈവത്തെയും സമ്പത്തിനെയും. 91 യേശു പറഞ്ഞത് കേട്ട പണക്കൊതിയരായ ഫരിസേയർ എന്താണ് ചെയ്തത്? എ യേശുവിനെ പുകഴ്ത്തി, ബി യേശുവിനെ നിന്ദിച്ചു, സി യേശുവിനോട് കോപിച്ചു, ഡി യേശുവിനെ പുച്ഛിച്ചു. 92 ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് എപ്പോൾ മുതലാണ്? എ മോശയ്ക്ക് ശേഷം, ബി ഏലിയായ്ക്ക് ശേഷം, സി യോഹന്നാന് ശേഷം, ഡി യേശുവിന് ശേഷം. 93 അധാർമിക സമ്പത്തിൻ്റെ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കുന്നില്ലെങ്കിൽ ആര് നിങ്ങളെ എന്ത് ഏൽപ്പിക്കുമെന്നാണ് യേശു ചോദിച്ചത്? എ യഥാർത്ഥ ധനം, ബി വലിയ സമ്പത്ത്, സി അളവറ്റ ധനം, ഡി അധിക ധനം. 94 മനുഷ്യർക്ക് ഉത്കൃഷ്ടമായത് ദൈവദൃഷ്ടിയിൽ എങ്ങനെയുള്ളതാണ്? എ അനിഷ്ടം, ബി നികൃഷ്ടം, സി അവിശുദ്ധം, ഡി അശുദ്ധം. 95 ഭർത്താവ് ഉപേക്ഷിച്ചവളെ വിവാഹം ചെയ്യുന്നവൻ എന്ത് ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞത്? എ പാപം, ബി തിന്മ, സി തെറ്റ്, ഡി വ്യഭിചാരം. 96 ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയിൽ ധനവാൻ എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് എന്ത് ചെയ്തിരുന്നു? എ ആനന്ദിച്ചിരുന്നു, ബി സന്തോഷിച്ചിരുന്നു, സി ആമോദിച്ചിരുന്നു, ഡി ആഹ്ലാദിച്ചിരുന്നു. 97 ലാസർ മരിച്ചപ്പോൾ അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചത് ആരാണ്? എ മാലാഖമാർ, ബി വിശുദ്ധന്മാർ, സി ദൈവദൂതന്മാർ, ഡി പ്രവാചകന്മാർ. 98 അബ്രാഹം മകനെ എന്ന് വിളിക്കുന്നത് ആരെയാണ്? എ ധനവാനെ, ബി ലാസറിനെ, സി മോശയെ, ഡി യോഹന്നാനെ. 99 നരകത്തിലെ അഗ്നിജ്വാലയിൽ കിടന്ന് എന്തനുഭവിക്കുന്നു എന്നാണ് ധനവാൻ അബ്രാഹത്തോട് പറഞ്ഞത്? എ വേദന, ബി യാതന, സി കഷ്ടത, ഡി ദുരിതം. 100 ആര് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും ധനവാന്റെ സഹോദരങ്ങൾക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രഹാം ധനവാനോട് പറഞ്ഞത്? എ പ്രവാചകന്മാരും വിശുദ്ധരും, ബി ഏലിയായും പ്രവാചകന്മാരും, സി മോശയും പ്രവാചകന്മാരും, ഡി ഏലിയായും വിശുദ്ധരും.